ആദ്യം ഈ വീഡിയോ ഈ ഒരു ടോപ്പിക് തുടങ്ങുമ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരള പോലീസ് എന്ത് മുണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. നിങ്ങള് നാട്ടിലെ അല്ലാത്ത തൂഫാനും തുമ്മാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നതും ന്യൂസിൽ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ ഇത്രയും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇതുപോലുള്ള സോഷ്യൽ ഏരിയയിൽ വന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞങ്ങൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മെത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നിവര് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തൊപ്പീനെയും ഈ തൊപ്പീന്റെ കുറെ വാലുതാങ്ങികളെയും ഇവർ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നല്ല ആളാ, ബസ് സ്റ്റാൻഡിൽ വരാൻ കാർ ഇട്ടിട്ട് കണ്ടതേ ഇല്ല, തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്. അയ്യോ, കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതാ കാര്യം. ഈ നിഹാദ് എന്ന് പറയുന്ന വ്യക്തി ലക്ഷദ്വീപിലെങ്ങാനുള്ള 18 വയസ്സ് പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടത്തില്ല. ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. അത് തെറ്റല്ലേ? ക്രൈം അല്ലേ? ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ഇനി വരട്ടെ, ലാത്തി കൊണ്ട് നല്ല 10 എണ്ണം കൊണ്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളൂ. അപ്പൊ നിഹാദെ, നീ ഇനി പുറം ലോകം എപ്പോഴാ കാണുവാ നിഹാദെ? ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഈ പൈസ കൊടുത്ത് ഒതുക്കൂ. നീ പൈസ കൊടുത്ത് ഒതുക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നൊരു കാര്യമാണ്. ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ സാധാരണക്കാരന് ഒരു നിയമം, പൈസക്കാരന് വേറൊരു നിയമം, അങ്ങനെ പറ്റില്ല. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ചൈൽഡ് ലൈനിനോടാണ്, കേരള പോലീസിനോടാണ്. അത് അപ്പം മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചിരിക്കുകയാണ് ആര്? നിഹാദ്. എന്ത് പറ്റിയടാ? വീണ്ടും ഒരു ക്രൈം, ഡ്രഗ് ഒരു ക്രൈം. ഓ മൈ ഗോഡ്, ക്രൈമോട് ക്രൈം. ഇനി നീ എവിടെ ഇരുന്ന് ജയിലിൽ ഇരുന്നാണോ ഇനി നിഹാദ് ലൈവ് ഇടാൻ പോകുന്നേ? രാഷ്ട്രബോധമുള്ള പൗരൻ അല്ലടാ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് ഇവരുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ഭയങ്കര മോശമായിട്ട് അത് കഴിഞ്ഞ് പറയുന്നു. അതിനൊന്ന് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബ്രസ്റ്റിന്റെ സൈസ്, അതിന്റെ ബാക്കിന്റെ സൈസ്, അതിന്റെ പുറം, ഇതൊക്കെ സെക്ഷലൈസ് ചെയ്ത് ഇവർ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്, ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകും. ഇവരുടെ കൂടെ ഇവരെ അന്തംകമ്പി ഫാൻസിനോടാണ് ഈ പറയുന്നേ. ടപ്പി 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 എന്ന് പറഞ്ഞിട്ട് അവരപ്പുറം ഫോട്ടോ എടുക്കാൻ പോകുന്നില്ല കുറെ എണ്ണം, കുറെ പെമ്പിളറ്. നിന്നോടല്ലാന്ന്, നിന്നെല്ലാം നീ ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ തൊപ്പിച്ചാട്ടം പറയുന്നത് ഇങ്ങനെയാണ്. ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. നിന്റെ കൊള്ളാം എല്ലാം കൊള്ളാം. ഒന്ന് കളിക്കാനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അടിച്ച അണ്ണാക്ക് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ അടിച്ച ആട ഇടായിരുന്നു എന്നൊക്കെ. സൂപ്പർ അല്ലേ? ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെടാ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ, ഉരുട്ടി വിഴുങ്ങവൻ. ബൈക്കേ പോകുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, വേറെ എന്തൊക്കെയോ വേർഡാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല, അത് ഇത് ചക്ക മാങ്ങ തേങ്ങ, അല്ലെങ്കിൽ ഗ്രൂപ്പിലിടുക ഇന്ന ഭാഗത്ത് ഇന്ന ഉണ്ട്, ആ ഭാഗത്ത് ഇങ്ങനെയുള്ളവരുണ്ട് എന്നൊക്കെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ പൊന്നു നിഹാദെ, എന്നാടാ? നിഹാദ് എന്ന നന്മമരം വീഴുന്നു. നിഹാദെ, എടാ മര്യാദ ഉണ്ടോ നിനക്ക്? അതന്നത്തെ ചോരത്തിള പെൺകുട്ടികളെ കാമക്കണ്ണുകൊണ്ട് കാണലാണ് നിന്റെ പണി. നീ വൈക്കേ കൂടെ പോകുമ്പോ കാണുന്ന സ്ത്രീകളെ ഒക്കെ നിനക്ക് ആ കണ്ണുകൊണ്ട് കാണണം, കളിക്കണം നിനക്ക്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു വ്ളോഗ് കണ്ടിട്ട് ആ വ്ളോഗിലുള്ള പെൺകുട്ടികളെ വരെ വെച്ച് നീ വാണം വിടണമെങ്കിൽ നീ ഏത് ലെവലാണ്? നീ ഇയാൾക്ക് എന്താണ് വയ്യേ? എന്തൊക്കെയാണ് നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ? പോലീസ് എത്രയും പെട്ടെന്ന് ഈ കീടങ്ങളെ തുടച്ചു നീക്കണം. ഈ വകുപ്പുകളിലൊക്കെ എത്രയൊക്കെ കാലം ജയിലിൽ കിടക്കാൻ പറ്റും കിടക്കട്ടെ. പൈസ ഇല്ലാതെ നിൽക്കുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്.
100% ഞാൻ യോജിക്കുന്നു. ഇവന്റെ ലൈവും കണ്ടിട്ട് തൊപ്പി 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 എന്ന് പറഞ്ഞിട്ട് പോയ ടീംസ് എല്ലാരും മൂഞ്ചി അല്ലെ. എത്ര കുഞ്ഞു കുട്ടികൾ തന്നെ ആരാധിക്കുന്നുണ്ടായിരുന്നു അറിയോ നിഹാദ് എനിക്ക്? എത്ര പെൺകുട്ടികൾ തന്നെ ആരാധിക്കുന്നുണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന പെൺകുട്ടികളെ, വൈക്കേ കൂടെ പോന്ന പെൺകുട്ടികളെ, അയ്യോ ചത്തൂടെടാ നിനക്കെല്ലാം. ചത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പറയുന്നേടാ നീയല്ലടാ പറഞ്ഞ നീ മമ്മൂന്റെ മുഖത്ത് ചവിട്ടിയത് സ്ത്രീകളെ ബഹുമാനിക്കാത്തോണ്ടാണെന്ന് നാറി. അപ്പൊ നീ എത്ര വലിയ ചെറ്റയാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടാ? മലന്ന് കിടന്നൊരു തുപ്പ് നിന്നിട്ട് മുകളിലേക്ക് ഒറ്റക്കെട്ടായി നിന്നാ മതി. അടിക്കേണ്ടി വന്നാ അടിച്ച് തന്നെ ഒതുക്കണം. അപ്പൊ അതിൽ ഖേദിക്കുന്നു കൂട്ടാ. എന്തായാലും ഇന്ന് തന്നെ കേരള പോലീസിന്റെ അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മാസ് BGM ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. നിഹാദ് ഇപ്പൊ മുങ്ങും, പേടിക്കണം. യൂട്യൂബർ തൊപ്പി എന്ന നിഗാദിനെതിരായ പരാതികൾ എറണാകുളം സൈബർ പോലീസ് കളമശ്ശേരി പോലീസിന് കൈമാറി. DCPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സ്ത്രീവിരുദ്ധത തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചാണ് തൊപ്പിക്കെതിരെ പരാതികൾ വന്നിരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്? കുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, കുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.